പരിശുദ്ധ പെന്തിക്കോസ്തി പെരുന്നാളിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ വെച്ച് അരുളി ചെയ്ത പ്രകാരം, ഞാൻ പോകുന്നു, ഞാൻ പോയാൽ മറ്റൊരു ആശ്വാസത്തിനെ നിങ്ങൾക്ക് അയച്ചു തരും. അവൻ വന്ന് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തും എന്ന് തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു. തൻ്റെ ഉത്ഥാനത്തിൻ്റെ ദിവസങ്ങളിൽ സ്വർഗാരോഹണത്തിനായി താൻ പുറപ്പെടുമ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് കൽപ്പിക്കുന്നു, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വിട്ടുപോകാതെ ഇവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവിൻ. ഉയരത്തിൽ നിന്ന് ശക്തി നിങ്ങളിലേക്ക് വരുവോളം നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുവീൻ എന്ന് നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്യുന്നു. അവർ ഒന്നിച്ചുകൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ 50-ാമത്തെ ദിവസം പരിശുദ്ധാത്മാവ് അഗ്നിയുടെ രൂപത്തിൽ പരിശുദ്ധ ശ്ലീഹന്മാരുടെ മേൽ ആവസിക്കുകയും അവരെ വിവിധ ഭാഷകൾ കൊണ്ട് ഉള്ള നൽവരങ്ങൾ കൊണ്ട് അവരെ നിറയ്ക്കുകയും അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ളതായ വരങ്ങൾ അവർക്ക് നൽകുകയും ചെയ്തു. അതുവരെ ഭയവിഹ്വലരായിരുന്ന ശിഷ്യന്മാർ അതിനുശേഷം ധൈര്യം പൂണ്ട് ഈ ലോകത്തെ തന്നെ കീഴ്മേൽ മഴിക്കുവാൻ തക്കവണ്ണം ശക്തരായി തീർന്നു. ദൈവത്തെക്കാൾ അധികം മനുഷ്യരെ സ്നേഹിക്കുന്നത് ഉചിതമല്ല എന്ന് അവർ നേരിട്ട് തങ്ങളെ എതിർക്കുന്നവരോട് പറയുകയും തങ്ങളുടെ ആത്മാവിനെ, തങ്ങളുടെ ജീവനെ അവനായി സമർപ്പിക്കുകയും ചെയ്തു. ലോകത്തിലൊക്കെയും പോയി അവൻ്റെ നല്ല സാക്ഷികളായി തീർന്നു. ഈ പരിശുദ്ധാത്മാവിൻ്റെ നൽവരം നമ്മളിൽ ഓരോരുത്തരിലും പരിശുദ്ധ മാമോദീസായിലൂടെ ലഭിച്ചിട്ടുണ്ട്. ഈ നൽവരത്തെ നമ്മുടെ അലസത മൂലം കെടുത്തിക്കളയുന്നതായ അനുഭവമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ളത്. എന്നാൽ അങ്ങനെയുള്ളതായ അലസത നീക്കി ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപകളെക്കുറിച്ച് നമ്മെ വീണ്ടും ഓർപ്പിക്കുകയും നമ്മെ ശക്തീകരിക്കുകയും ചെയ്യുന്നതായ അനുഭവമാണ് ഈ പെന്തിക്കോസ്തി പെരുന്നാളിൽ. ഇത് കേവലം ഒരു അനുഷ്ഠാനവും ആചാരവുമല്ല, മറിച്ച് നമ്മളിൽ ഓരോരുത്തരിലും പരിശുദ്ധാത്മാവ് വരുവാൻ, ആവസിക്കുവാൻ, അത് കൂടുതൽ നമ്മളിൽ പ്രോജ്വലിക്കുവാൻ ദൈവമേ സഹായിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഇവിടെ 3 ദൈർഘ്യമേറിയ ശുശ്രൂഷകളാണ് നടക്കുന്നത്. അരമണിക്കൂർ മിച്ചമുള്ളതായ ശുശ്രൂഷകളാണ്, പ്രാർത്ഥനകളാണ് നടക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കൊമ്പിട്ട് പ്രാർത്ഥിക്കുമ്പോൾ കുറിയലായിസോൻ എന്ന കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞ അവനിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിക്കാം. ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതൊരു മാറ്റത്തിൻ്റെ അനുഭവം ഉണ്ടാകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പെന്തിക്കോസ്തിയുടെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്.